കുറഞ്ഞ മുതൽ മുടക്കിൽ പരാജയഭീതിയില്ലാതെ വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന സേവന സംരംഭമാണ് ഗാർഹിക അയണിംഗ് സെന്റർ. ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്തു നൽകുന്ന സേവന സംരംഭമാണിത്. വീട്ടിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ചെറിയ മുതൽ മുടക്കിൽ ആരംഭിച്ച് മികച്ച വരുമാനം നേടാൻ കഴിയുന്ന സംരംഭം കൂടിയാണ് അയണിംഗ് സെന്റർ. ഈ ഉദ്യമത്തിന് അനന്ത സാധ്യതകളുണ്ട്. മലയാളികളുടെ ജീവിതക്രമത്തിന് വേഗത കൂടുകയും സ്ത്രീയും പുരുഷനും പുറത്തുപോയി തൊഴിലെടുക്കുകയും തുടങ്ങുകയും ചെയ്തതോടുകൂടി മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സമയം തികയാതെ വരുന്നു. മുൻപ് കുടുംബാംഗങ്ങൾ ചെയ്തിരുന്ന പല ജോലികളും പുറത്തുള്ളവരെ കൊണ്ട് പണം കൊടുത്താണ് ചെയ്യിക്കുന്നത്. ഈ പ്രവണതയ്ക്ക് നഗര ഗ്രാമ വ്യത്യാസമൊന്നുമില്ല. വസ്ത്രങ്ങൾ വീട്ടിലുള്ള വാഷിംഗ് മെഷീനിൽ അലക്കി അയൺ ചെയ്യുന്നതിനായി അയണിംഗ് സെന്ററുകളെയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും ആശ്രയിക്കുന്നത്. സ്വന്തമായി അയൺ ചെയ്യുന്നതിനുള്ള സമയക്കുറവ് മൂലവും പെർഫെക്ഷൻ ലഭിക്കാൻ വേണ്ടിയുമാണ് അയണിംഗ് സെന്ററുകളെ ആശ്രയിക്കുന്നത്. വീടുകളിലുള്ള അയൺ ബോക്സുകൾ ഉപയോഗിച്ചാൽ വസ്ത്രങ്ങളുടെ ചുളിവ് പൂർണ്ണമായും വിട്ടുമാറുകയില്ല. നീരാവി ഉപയോഗിച്ചുള്ള അയണിംഗ് വസ്ത്രങ്ങളുടെ ചുളിവുകളെല്ലാം മാറ്റി പുതുമ നൽകും. കൂടാതെ വസ്ത്രങ്ങൾ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. സ്റ്റീം അയണിംഗ് ആണ് ഈ മേഖലയിലെ പുതിയ ട്രെൻഡ്. പരമ്പരാഗത അയൺ ബോക്സുകൾക്ക് പകരം നീരാവി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്ന രീതിയാണിത്. ചിരട്ടക്കരി ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിയിലും വൈദ്യുതി ഉപയോഗിക്കുന്ന പുതിയ അയൺ ബോക്സുകളിലും ചൂട് മാത്രമാണ് വസ്ത്രങ്ങളെ നിവർത്തുന്നതിനുള്ള മീഡിയം. എന്നാൽ സ്റ്റീം അയണിംഗിൽ വാക്വം ബെഡ് വസ്ത്രത്തിന്റെ ഷേപ്പ് നിലനിർത്തും. പിന്നീട് നീരാവി ഉപയോഗിച്ച് വസ്ത്രത്തെ മാർദ്ദവപ്പെടുത്തിയാണ് ചുളിവുകൾ നിവർത്തുന്നത്. നീരാവിയിൽ നിന്നുള്ള ചൂട് ഏൽക്കുന്നതിനാൽ വസ്ത്രത്തിന്റെ നിറത്തിനോ നൂലിഴകൾക്കോ കേടുപാടുകൾ ഉണ്ടാവുന്നില്ല. സ്റ്റീം ജനറേറ്റർ, വാക്വം ബെഡ് അയൺ ബോക്സ് എന്നിവ ചേരുന്നതാണ് സ്റ്റീം അയണിംഗ് യൂണിറ്റ്. ഏത് ചെറുകിട വൻകിട ഉദ്യമങ്ങൾ വിജയിക്കണമെങ്കിലും അതിന്റെ ആവശ്യക്കാരിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാൻ കൃത്യമായ മാർക്കറ്റിംഗ് ചെയ്യണം. 5 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ ബോർഡുകൾ സ്ഥാപിച്ച് അറിയിപ്പുകൾ നൽകാം. കൂടാതെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രാദേശികമായി അറിയിപ്പുകൾ നൽകാം. എല്ലാ അയണിംഗ് സെന്ററുകളിലും തിരക്കാണ്. അതുകൊണ്ട് തന്നെ പുതിയ അയണിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചാൽ ഉപഭോക്താക്കളെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. വേഗത്തിലും മികച്ച ക്വാളിറ്റിയിലും വസ്ത്രങ്ങൾ തിരികെ നൽകാൻ കഴിഞ്ഞാൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കും. മികച്ച രീതിയിൽ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിന് പരിശീലനം നേടേണ്ടതുണ്ട്. വസ്ത്രങ്ങളുടെ ഷേപ്പ് നിലനിർത്തി അയൺ ചെയ്ത് മടക്കിയെടുക്കുന്നത് സ്കിൽ ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ്. നിലവിലുള്ള അയണിംഗ് സെന്ററുകളിൽ പോയി അയണിംഗ് ടെക്നിക് സ്വായത്തമാക്കണം. സ്റ്റീം അയണിംഗ് യൂണിറ്റ് 60,000, അനുബന്ധ ചിലവുകൾ 5,000, ഇലക്ട്രിക്കൽ അയൺ ബോക്സ് 5,000, ആകെ 70,000 എന്നിങ്ങനെയാണ് ഈ സംരംഭത്തിനായി മൂലധന നിക്ഷേപം കണക്കാക്കുന്നത്. ഒരു വസ്ത്രം അയൺ ചെയ്ത് നൽകുന്നതിന് 10 മുതൽ 12 രൂപ വരെ ഇപ്പോൾ നിരക്കുണ്ട്. പ്രതിദിനം 100 വസ്ത്രങ്ങൾ അയൺ ചെയ്താൽ ചിലവ് കഴിഞ്ഞ് 1000 രൂപ വരെ വരുമാനം നേടാം. ചെറുകിട സംരംഭമാണെങ്കിലും കൃത്യമായ ലൈസൻസും ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ഓൺലൈനായി നേടി സംരംഭം ആരംഭിക്കാം. ഒപ്പം കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ ഓൺലൈനായി നേടാം.